നടീനടന്മാരുടെ സംഘടനയായ അമ്മയുടെ പ്രസിഡന്റ് സ്ഥാനത്തേക്കുള്ള മത്സരത്തിൽ നിന്ന് നടൻ ജഗദീഷ് പിന്മാറിയേക്കും. വനിതാ പ്രസിഡന്റ് വരട്ടെ എന്ന നിലപാടാണ് ജഗദീഷിന് എന്നതാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരങ്ങൾ. റിയ ബേബി ചേരുന്നുണ്ട് കൊച്ചിയിൽ നിന്ന്. റിയ, നേരത്തെയും വളരെ പ്രോഗ്രസീവായ നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. സിനിമാ മേഖലയിലെ പല പ്രധാനപ്പെട്ട വിവാദങ്ങളിലുമൊക്കെ ജഗദീഷ് ഇപ്പോൾ ഒരു വനിതാ പ്രസിഡന്റ് വരട്ടെ എന്ന നിലപാട് സ്വീകരിച്ചുകൊണ്ട് അദ്ദേഹം പിന്മാറുന്നു എന്ന വാർത്ത സ്ഥിരീകരിക്കുന്നുണ്ടോ? അദ്ദേഹത്തിന്റെ പ്രതികരണമുണ്ടോ? വാർത്ത സ്ഥിരീകരിക്കുന്നുണ്ട്. ഇതിൽ സംഭവിച്ചിരിക്കുന്നത് ഇത്തവണ വാശിയേറിയ മത്സരം തന്നെ അമ്മയുടെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് നടക്കുന്നുണ്ട്. 6 പേർ മത്സര രംഗത്തുണ്ട്, ഒരു വനിത ഉൾപ്പെടെ. ശ്വേത മേനോനാണ് വനിത. അപ്പോൾ വനിതാ പ്രസിഡന്റ് വരുന്നതിൽ താൻ പിന്തുണ നൽകുന്നു എന്നതാണ് ജഗദീഷ് വ്യക്തമാക്കുന്നത്. ജഗദീഷ് അത് ഇക്കാര്യത്തിലൊരു അന്തിമ തീരുമാനം ഇന്ന് വൈകുന്നേരത്തോടുകൂടി അല്ലെങ്കിൽ നാളെയോ ഉണ്ടാകും. ഇതിൽ മോഹൻലാൽ, മമ്മൂട്ടി, അതോടൊപ്പം തന്നെ സുരേഷ് ഗോപി 3 പേരോടുമായി ഈ പിന്മാറുന്നതുമായി ബന്ധപ്പെട്ട ഒരു കൂടിയാലോചന നടക്കുന്നുണ്ട് എന്നതാണ് ലഭ്യമാകുന്ന വിവരം. അവരുടെ കൂടി അഭിപ്രായം തേടിയ ശേഷമാകും പത്രിക പിൻവലിക്കണമോ വേണ്ടയോ എന്ന കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനം ഉണ്ടാവുക. കാരണം ചരിത്രത്തിൽ ആദ്യമായി അമ്മയുടെ സംഘടനയുടെ ചരിത്രത്തിൽ ആദ്യമായി ഒരു വനിതാ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കുന്നു എന്നത് ഇത്തവണത്തെ ഒരു പ്രത്യേകതയാണ്. അപ്പോൾ ശ്വേത മേനോന് തന്റെ പിന്തുണ, വനിതാ പ്രസിഡന്റ് വരട്ടെ എന്നതിൽ തന്റെ പിന്തുണ ഉണ്ട് എന്നതാണ് ജഗദീഷ് നമ്മളോട് വ്യക്തമാക്കുകയും ചെയ്യുന്നത്. എന്തായാലും ഇക്കാര്യത്തിൽ ഒരു തീരുമാനം ഇന്ന് വൈകുന്നേരമോ നാളെയോ ഉണ്ടാകും. മോഹൻലാൽ, മമ്മൂട്ടി, സുരേഷ് ഗോപി അടക്കമുള്ളവരോട് കൂടിയാലോചന നടത്തുന്നുണ്ട്. 6 പേർ മത്സര രംഗത്തുണ്ട്. അതിൽ നടൻ രവീന്ദ്രൻ കൂടി പത്രിക പിൻവലിക്കും. അതായത് ബാബുരാജിനെതിരെ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് മാത്രം താൻ മത്സരിക്കുന്നു എന്നതാണ് രവീന്ദ്രനും വ്യക്തമാക്കുന്നത്. അങ്ങനെയെങ്കിൽ 2 പേർ പോയി അത് 4 പേരായിട്ടുള്ള ഒരു ചുരുങ്ങും. ദേവൻ, അതോടൊപ്പം തന്നെ ജയൻ ചേർത്തല, ശ്വേത മേനോൻ, അനൂപ് ചന്ദ്രൻ എന്നിവരായിരിക്കും മത്സര രംഗത്തുണ്ടാവുക. അതിൽ തന്നെ തരത്തിലായിരിക്കുമല്ലേ ജഗദീഷിന്റെ ഇപ്പോഴത്തെ ആലോചനകൾ? ഇപ്പോൾ മമ്മൂട്ടിയുമായും മോഹൻലാലുമായും സുരേഷ് ഗോപിയുമായി പ്രധാനപ്പെട്ട നടന്മാരുമായൊക്കെ സംസാരിച്ചുകൊണ്ട് അങ്ങനെ ഒരു ഏറെക്കുറെ ധാരണ, ഇപ്പോൾ തെരഞ്ഞെടുപ്പിലേക്കാണെങ്കിലും ഒരു ധാരണയുടെ സ്വഭാവം ജഗദീഷിന്റെ പിന്മാറ്റത്തോടുകൂടി രൂപപ്പെടും എന്താണോ ഈ അമ്മയിലെ റിയയ്ക്ക് സംസാരിക്കാൻ കഴിഞ്ഞ അഭിനേതാക്കൾ പറയുന്നത്? മാത്രമല്ല, ഇത് യുദ്ധമോ കലാപമോ തർക്കമോ ഒന്നുമല്ല, അമ്മയിലെ മക്കൾ തമ്മിലൊരു ആരോഗ്യകരമായ സൗഹൃദപരമായ മത്സരമാണെന്ന് ജഗദീഷ് വിശദീകരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ 31 ഈ പത്രിക പിൻവലിക്കേണ്ട സമയം അവസാനിക്കുമ്പോൾ ശ്വേതയ്ക്ക് കൂടുതൽ സാധ്യത എന്ന നിലയിലേക്ക് കാര്യങ്ങൾ ഒരു ധാരണയിലേക്ക് എത്തുമോ? ജഗദീഷ് പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് പിൻവാങ്ങിയാൽ ഒരു കടുത്ത മത്സരം ഒഴിവാകുമെന്നത് വ്യക്തമാണ്. അങ്ങനെയെങ്കിൽ ശ്വേത മേനോൻ അമ്മയുടെ പ്രസിഡന്റായി വരാനുള്ള സാധ്യതയാണ് നിലനിൽക്കുന്നത്. ഒരു വനിതാ പ്രസിഡന്റ് അമ്മയ്ക്ക് വരും. അതാണ് നടക്കാൻ പോകുന്നത്. കാരണം അംഗങ്ങൾക്കിടയിലും അങ്ങനെ ഒരു ആലോചനയുണ്ട് എന്നതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം കുറെ നാളുകളായി അമ്മ സംഘടനയിൽ വളരെയധികം പ്രശ്നങ്ങളുണ്ട്. പ്രസിഡന്റ് സ്ഥാനത്ത് നിൽക്കുന്നയാൾ അതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുകയും വിശദീകരണം നൽകേണ്ട ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ടായിരുന്നു. മോഹൻലാൽ ആ സ്ഥാനത്ത് നിന്ന് മാറാനും ആ ഭരണസമിതി തന്നെ പിരിച്ചുവിടാനും കാരണമായതും ഇത്തരത്തിൽ ഉയർന്നു വരുന്ന ആരോപണങ്ങളാണ്. പ്രധാനമായും ലൈംഗിക ആരോപണങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഒരു വനിത നയിക്കട്ടെ എന്നൊരു അഭിപ്രായം സംഘടനയിൽ പല ആളുകൾക്കുമുണ്ട്. അതോടൊപ്പം തന്നെ ഈ വോട്ടെടുപ്പിൽ നിന്ന് അംഗങ്ങൾ വിട്ടു നിൽക്കുന്നു എന്നൊരു സൂചന കൂടി ലഭിക്കുന്നുണ്ട്. കുറച്ചധികം ആളുകൾ ഈ തെരഞ്ഞെടുപ്പിൽ നിന്ന് ഇത്തവണ വിട്ടു നിൽക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. എന്തായാലും കടുത്ത മത്സരം ഉണ്ടായിരുന്നത് പ്രസിഡന്റ് സ്ഥാനത്തേക്കായിരുന്നു. ശ്വേത മേനോനും ജഗദീഷും തമ്മിലായിരുന്നു മത്സരം ഉണ്ടായിരുന്നത്. ക്രിയാത്മകമായ നിലപാട് സ്വീകരിക്കുന്നു ജഗദീഷ് എന്ന് വേണം ഒരുപക്ഷെ ഇപ്പോൾ വിശേഷിപ്പിക്കാൻ. ഒരു വനിതാ പ്രസിഡന്റ് വരട്ടെ അമ്മയുടെ തലപ്പത്ത്. നിരവധി വിവാദങ്ങളിൽ പ്രതിസ്ഥാനത്തായിരുന്ന അഭിനേതാക്കളുടെ സംഘടനയുടെ തലപ്പത്തുണ്ടായിരുന്ന ആളുകൾ, പ്രസിഡന്റും സെക്രട്ടറിയും ഒക്കെ പല വിഷയങ്ങളിലും മറുപടി പറയാൻ കഴിയാതെ പോകുന്നുണ്ടായിരുന്നു, കൃത്യമായി ഇടപെടാൻ കഴിയാതെ പോകുന്നു. ഒരു വനിതാ പ്രസിഡന്റ് വന്നാൽ കാര്യങ്ങൾക്ക് മാറ്റമുണ്ടാകുമോ എന്ന ചോദ്യം ഇങ്ങനെ നിലനിൽക്കുകയാണ്. ഒരുപക്ഷേ ശ്വേത മേനോൻ വനിതാ പ്രസിഡന്റായി വരാനുള്ള സാധ്യതകൾ തെളിയുന്നു. അതേസമയം നടൻ രവീന്ദ്രൻ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കാനുള്ള നോമിനേഷൻ പിൻവലിച്ചു കഴിഞ്ഞു. നടൻ ബാബുരാജിനെതിരെ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് മത്സരിക്കാനാണ് അദ്ദേഹത്തിന്റെ തീരുമാനം.